കുരിശിൻ വഴിയിൽ കാൽ തെറ്റി വീണു പിടഞ്ഞെഴുന്നേറ്റവൻ ഭൂലോക പാപം തന്നോടു ചേർത്തു നടന്നു പരമോന്നതൻ, നടന്നു പരമോന്നതൻ. ലോകത്തിൻ മാർഗങ്ങളിൽ എല്ലാരും വാഴ്ത്തുന്നു നേട്ടങ്ങളെ. ലോകത്തിൻ മാർഗങ്ങളിൽ എല്ലാരും വാഴ്ത്തുന്നു നേട്ടങ്ങളെ. ആത്മീയ ജീവൻ തേടുന്നുവെങ്കിൽ മണ്ണോളം താഴ്ന്നു വരാം. നവജീവൻ വരും വഴി കാണുന്നവർ കുരിശേൽക്കുന്നു സന്തോഷമായി. നവജീവൻ വരും വഴി കാണുന്നവർ കുരിശേൽക്കുന്നു സന്തോഷമായി. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഇതാ ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കുരിശിൻ്റെ ഭാരവുമായി ഈശോ കാലിടറി വീണു. എങ്കിലും അവിടുന്ന് കുരിശിനെ ഉപേക്ഷിച്ചില്ല. പിടഞ്ഞെഴുന്നേറ്റ് വീണ്ടും നടന്നു നീങ്ങി. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഈശോ ഒന്നും നേടിയില്ല. എന്നാൽ തികഞ്ഞ പരാജയം എന്ന് തോന്നിപ്പോയ ആ ജീവിതം സാത്താൻ്റെ തല തകർത്തുകൊണ്ട് സത്യം ആവിഷ്കരിച്ചു. വേഗം അഴിഞ്ഞു പോകുന്ന സുഖങ്ങൾ നിന്നെ ദൈവത്തെപ്പോലെ ആക്കും എന്ന് പറഞ്ഞ വഞ്ചന യേശുവിൻ്റെ കുരിശിൽ തകർന്നു വീണു. കർത്താവായ ഈശോയെ, ക്ഷണഭങ്കുരമായവയിൽ മനസ്സ് വെച്ച് നിത്യമായതിനെ നഷ്ടപ്പെടുത്തുന്ന ഞങ്ങളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കണമേ. കോതമ്പ് മണി നിലത്ത് വീണഴിയുമ്പോൾ നിഗൂഢമായി ജീവൻ പുറത്തു വരുന്നത് പോലെ ഞങ്ങളിലെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ച് ആന്തരിക മനുഷ്യൻ തേജോരൂപം പ്രാപിക്കാൻ പരിത്യാഗത്തിൻ്റെ വഴിയിൽ ഞങ്ങളെ വളർത്തണമേ.